ഹായ് വ്യൂവേഴ്സ്, വെൽക്കം ടു ആർ കേസ് ചാനൽ. നമ്മൾ തയ്യാറാക്കാൻ പോണത് പടവലങ്ങ പീച്ചിങ്ങ കറിയാണ് കേട്ടോ. അതിനായി 1 കപ്പ് തുവരപ്പരിപ്പ് കുക്കറിലിടുക. പടവലങ്ങ അതുപോലെ തൊലി കളഞ്ഞ് നല്ലോണം അതിനെ ക്ലീൻ ചെയ്യുക. അതിൻ്റെ ഉള്ളിൽ കുരുവൊക്കെ ഉണ്ടാവുന്നതാ, അതൊക്കെ നമ്മളൊന്ന് രണ്ടായി മുറിച്ചിട്ടൊന്ന് ക്ലീൻ ചെയ്തെടുക്കുക. ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ അതിനെ ഇതുപോലെ ചെറുതായി മുറിക്കുക കേട്ടോ. എന്നിട്ട് പരിപ്പിലേക്ക് ഇട്ട് കൊടുക്കുക. ഓക്കെ. പിന്നെ ഞാൻ ഇതിൻ്റെ കൂടെ 2 പീച്ചിങ്ങ കൂടി എടുക്കുന്നുണ്ട് കേട്ടോ. അതും ഇതുപോലെ നല്ല തൊലിയൊക്കെ കളഞ്ഞിട്ട് അതിനെ വന്ന് നല്ലോണം ഇതുപോലെയാണ് എൻ്റെ തൊലി കളയേണ്ട കേട്ടോ. തൊലി കുറച്ച് ഹാർഡാണ്. നമ്മൾ പീലർ ഉപയോഗിച്ചിട്ട് അതിനെ ക്ലീൻ ചെയ്തെടുക്കുക കേട്ടോ. അതേപോലെ തന്നെയാണ് പടവലങ്ങയും ചെയ്യേണ്ടത്. ഓക്കെ. അതിൽ കുരു കളയേണ്ട ആവശ്യമൊന്നുമില്ല, അതങ്ങനെ തന്നെ മുറിച്ചെടുക്കുക കേട്ടോ. അതുപോലെ ചെറിയ പീസസായിട്ട് മുറിക്കുക, പടവലങ്ങ മുറിച്ച പോലെ തന്നെ. പീച്ചിങ്ങ ക്ലീൻ ചെയ്ത് ഇതുപോലെ മുറിച്ച് വയ്ക്കുക. എന്നിട്ട് പടവലങ്ങ പരിപ്പിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. സോ അപ്പോൾ 3 എണ്ണമായി: പരിപ്പ്, പടവലങ്ങ, പീച്ചിങ്ങ. ഓക്കെ. എന്നിട്ട് അതിലേക്ക് ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഒന്ന് നല്ലോണം മിക്സ് ചെയ്യുക കേട്ടോ. വെള്ളം വന്ന ആവശ്യത്തിന് ഒഴിച്ചാൽ മതി, ഒരുപാട് വേണ്ട. ഓക്കെ. എന്നിട്ട് കുക്കർ അടച്ച് വെച്ചിട്ട് കുക്കർ പഴയ കുക്കറാണെങ്കിൽ കുറച്ച് ഒരു 4-5 വിസിൽ വേണ്ടി വരും. പുതിയ കുക്കറാണെങ്കിൽ ഒരു 2 വിസിലൊക്കെ മതി വേകാൻ. ഇനി നമുക്കൊരു അരപ്പ് തയ്യാറാക്കണം. അതിനായി ഒരു മിക്സിയിൽ 1 പിടി നാളികേരം, 1 സ്പൂൺ ജീരകം, പിന്നെ ഒരു ആവശ്യത്തിന് ചുവന്ന മുളക് കേട്ടോ, എരിവിന് ആവശ്യമുള്ളത് എടുക്കുക. എല്ലാം കൂടി നല്ല പേസ്റ്റാക്കിയിട്ട് ഈ വെന്ത പടവലങ്ങയിലേക്ക് ഒഴിച്ചു കൊടുക്കുക. പരിപ്പ്, പടവലങ്ങ, പീച്ചിങ്ങ. ഓക്കെ. അതിലേക്ക് മിക്സി ജാറ് കഴുകിയ വെള്ളം കൂടി ഒഴിക്കുക. മിക്സി ജാർ കഴുകിയ വെള്ളം കൂടി ഒഴിച്ചിട്ട് നന്നായി ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക കേട്ടോ. അരപ്പ് ഒഴിച്ച ശേഷം നല്ലോണം അതിനെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഈ സമയത്ത് അതിലേക്ക് ഇത്തിരി ഉപ്പ് പോരാന്ന് തോന്നി, അതുകൊണ്ട് ഞാൻ കുറച്ചുകൂടി ഉപ്പ് ആഡ് ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് വറവിന് വേണ്ടി ഒരു 4-5 വെളുത്തുള്ളി ഒന്ന് മുറിച്ച് റെഡിയാക്കി വെക്കുക. ഒരു പാനിൽ നെയ്യ് അല്ലെങ്കിൽ എണ്ണ ഏത് വേണമെങ്കിൽ എടുക്കുക. അതിലേക്ക് കടുക്, കുറച്ച് ഉലുവ, ദെൻ ചുവന്ന മുളക്, കറിവേപ്പില, അതെല്ലാം കൂടി നന്നായി വഴന്ന് കഴിയുമ്പോൾ അതിലേക്ക് മുറിച്ച് വെച്ച് ഉള്ളി, വെളുത്തുള്ളി ഇട്ട് കൊടുക്കുക കേട്ടോ. എല്ലാം മൂത്ത് വരുമ്പോൾ കറിയിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. സോ പടവലങ്ങ പീച്ചിങ്ങ കറി തയ്യാർ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ. ഹാപ്പി കുക്കിംഗ്.